ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് അടുത്തായിട്ടാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിലുള്ള സൺറൈസ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ നൈപുണ്യ സ്കൂള്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. നൈപുണ്യ സ്കൂൾ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നൈപുണ്യ സ്കൂളിന്റെ അവിടുന്ന് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഭാരത് മാതാ കോളേജ് എല്ലാം വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ നല്ല ഭംഗിയുള്ള ഒരു പ്രൈസ് കൂടുതലാണെന്നും കുറവാണെന്നും ഞാൻ പറയുന്നില്ല. പ്രൈസ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പൊ പ്രൈസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടതാണ് എങ്കിലും ഒന്നുകൂടെ കാണുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് പറയാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്ന എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന നൈപുണ്യ സ്കൂളിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. ഭാരത് മാതാ കോളേജിലേക്ക് 4.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. നമുക്ക് ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 7.5 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഇടപ്പള്ളി ലുലുവിന്റെ ഭാഗത്തേക്കാണെങ്കിൽ 11 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് നമുക്ക് 21 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എളുപ്പത്തിൽ എത്താവുന്നതാണ്. ഹോസ്പിറ്റലുകൾ നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. നമുക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും വളരെ ഈസി ആയിട്ട് എത്താം. 1 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. നല്ല രീതിയിൽ തന്നെയാണ് വീടിന് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കുവാണെങ്കിൽ ഇതുപോലെ ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കൊരു എൽ ഷേപ്പിലാണ് ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് വരുന്നത്. 2 റോഡുകൾ ഷെയർ ചെയ്യുന്നിടത്താണ് വീട് നിൽക്കുന്നത്. അത് തന്നെ വീടിന്റെ പ്രത്യേക ഭംഗിയാണ്. വീടിന്റെ എലിവേഷൻ കണ്ടു, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലാലിംഗ് സ്റ്റോൺസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകൾ വന്നിട്ടുണ്ട്. വീടിന്റെ പെയിന്റ് നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ പെയിന്റിന്റെ കൂടെ ഒരു ബ്ലൂ ഷെയ്ഡ് കൂടി, ഒരു നേവി ബ്ലൂ ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട്. അതാണ് വീടിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാം. താഴെ പില്ലറുകളൊക്കെ ആണെങ്കിൽ ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ ടെക്സ്ചർ വർക്കുകളും എ ഷേപ്പിലുള്ള ഒരു വർക്ക് വരുന്നുണ്ട്. ബോക്സി ഷേപ്പാണ് മെയിൻ ആയിട്ട് വീടിന് വരുന്നതെങ്കിലും ഒരു എ ഷേപ്പ് കൂടെ കൊടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നിങ്ങൾ കണ്ടിരുന്നു. നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. 2 വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത റോഡാണ് വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നത്. ഗേറ്റ് മതിലൊക്കെ നമുക്ക് തുടങ്ങാം. മതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ മതിലിന്റെ വർക്ക് അധികം കാണാൻ പറ്റാത്തത്. നമുക്ക് ഗേറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിലും സ്ക്വയർ ട്യൂബിൽ നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ഗേറ്റ് തുറന്ന് വീടിനകത്തേക്ക് വരുന്ന സമയത്ത് വളരെ വിശാലമായ ഒരു വലിയ മുറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. മുറ്റം നിറയെ സ്റ്റോൺസ് വിരിച്ചിരിക്കുകയാണ്. നമുക്കിനി ഗ്രാസ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടെ മാത്രമാണ് ഇവിടെ പെൻഡിങ് ആയിട്ട് ഉള്ളത്. ഞാൻ നിൽക്കുന്നത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിന്റെ അണ്ടറിലാണ്. നമുക്കിവിടെ ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. കാർ പോർച്ചിന്റെ പില്ലറുകൾ നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ 2 സ്പോട്ട് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിന്റെ മുകളിലൂടെയൊക്കെയും ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ കണ്ടു. നമുക്ക് 2ഉം 3ഉം കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് വലിയൊരു മുറ്റമാണ് ഇവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ടോട്ടൽ നമ്മുടെ 3 കാറുകൾക്ക്, 2 വലിയ കാറുകൾക്കും ഒരു ചെറിയ കാറിനും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മുടെ ഒന്നാമത്തെ കാർ ഇവിടെയും, രണ്ടാമത്തെ കാർ ഇവിടെയും, മൂന്നാമത്തെ കാർ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗേറ്റ് പുറത്തേക്ക് തുറക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടോ പോലുള്ള ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക്, അങ്ങനെ നമ്മുടെ 3 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ, അതായത് നമുക്കൊരു ചെറിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കണ്ടു. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും നല്ല വിട്ടിട്ടിട്ടാണ് ഈ ഒരു ഏരിയ ഒക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ മുകളിലേക്ക് നോക്കിയാൽ കാണാം ആ ഒരു GA പൈപ്പ് കൊണ്ട് നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ബൾബുകൾ ഇട്ടിട്ടുണ്ട്.
നമുക്ക് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് പൈപ്പിന്റെ KWയുടെ വാട്ടറിന്റെ മീറ്റർ കാണാം. നമുക്കിവിടെ വെള്ളത്തിന് രണ്ട് സോഴ്സ് ആണ് ഉള്ളത്. ഒന്ന് നമുക്ക് KWയുടെ വാട്ടർ ഉണ്ട്, അതുകൂടാതെ കിണറുമാണ് ഉള്ളത്. നിങ്ങളിപ്പോ കണ്ടായ ഏരിയയുടെ അവിടെ നിന്നും വർക്ക് ഏരിയ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 4.4 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട്. വീടിനകത്താണെങ്കിലും നല്ല രീതിയിൽ നല്ല സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീടിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിനകത്ത് കയറി റൈറ്റ് സൈഡിലെ ബാക്ക് സൈഡിലൂടെ പോകുമ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല വിഡ്ത് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ച് വളരെ ഭംഗിയാക്കിയിട്ടാണ് മുറ്റങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് ഒട്ടും കൺജഷൻ കൂടാതെ നടന്നു പോകാവുന്ന രീതിയിലാണ് ഇവിടെയൊക്കെ സ്പേസ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു ഭാഗം വന്ന് എൻഡ് ചെയ്യുന്നതും വർക്ക് ഏരിയയുടെ അടുത്ത ആ ഒരു ഓപ്പണിംഗിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. വളരെ വലിയ ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. 4-5 ചെയറുകൾ ഇടാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ഈ രണ്ട് സൈഡിലുള്ള പില്ലറിലും ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ്. ഇതിന് മുകളിലൂടെയൊക്കെ LED ലൈറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കാണുന്ന സിറ്റ് ഔട്ടിന്റെ നേരെ മുകളിൽ നോക്കിയാൽ PVC പാനലിംഗ് ആണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. വളരെ വലിയ രണ്ട് LED ലാമ്പും കൊടുത്തിട്ടുണ്ട്. വീടിന്റെ മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ കട്ട്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് ആഞ്ഞിലിയിലും ഈ മെയിൻ ഡോർ വന്നിട്ട് തേക്കിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേക്കിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ എല്ലാ മരത്തിന്റെ ഐറ്റംസും ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം TV യൂണിറ്റ് വെക്കാൻ നമ്മൾ നേരെ കയറി വരുമ്പോൾ വലിയൊരു ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് TV യൂണിറ്റ് TV വെക്കാനായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു TV വെക്കാനുള്ള സ്പേസ്, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര വലിയ കോർണർ സോഫ സെറ്റീസും ദിവാൻ കോട്ടും ഒക്കെ ഇടാനായിട്ട് വളരെ വലിയൊരു ഏരിയ തന്നെയാണ് ലിവിംഗിൽ നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ഫ്ലോറിലെ ടൈല് നോക്കുവാണെങ്കിൽ ഒരു വൈറ്റ് കളറാണ്. ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഡോറ് തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഈ മുറിയിൽ നമുക്ക് ചുറ്റും നിറയെ വിൻഡോകൾ കൊടുത്തിരിക്കുന്നത് കാണാം. റൈറ്റ് സൈഡിലായിട്ട് 3 വിൻഡോകൾ ഫ്രഞ്ച് മോഡലും മറ്റു 2 നോർമൽ വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിന്റെ എല്ലാം പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം മൾട്ടിവുഡ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് എടുത്തു പറയേണ്ടതാണ്. ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള മെയിൻ ഏരിയ വന്നിട്ട് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതിന്റെ ബാക്കിലാണെങ്കിലും LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലും താഴെയൊക്കെ നിറയെ നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നിറയെ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലെല്ലാം ചെറിയതും വലുതുമായിട്ടുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലിവിംഗ് സ്പേസ് തന്നെയാണെന്ന് പറയാം. വളരെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിന്റെ എൻട്രി നോക്കിയാലും കാണാം ഭംഗിയായിട്ട് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് ചില ഭാഗങ്ങളിൽ CNC കട്ടിങ് വന്നിട്ടുണ്ട്. വൈറ്റ് കളറിൽ ചെറിയ LED ബൾബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർകേസ് ആണ്. സ്റ്റെയർകേസ് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനിടയിലെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടുമാണ് മുകൾ വശം വരെ കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കാണാം വലിയൊരു ഡോർ വെച്ചിട്ട് കബോർഡായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മൾട്ടിവുഡിന്റെ വർക്കാണ്. നമുക്ക് ഈ ഒരു അകത്തായിട്ടൊക്കെ ഇവിടെ ഇൻവെർട്ടർ വെക്കാൻ യൂസ് ചെയ്യാം. ഓപ്പൺ ഷെൽഫുകൾ, ചെറിയ ഇന്റർണൽ പ്ലാന്റ്സ് വെക്കാനായിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അതിനിടയിലൊക്കെ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫ്രഞ്ച് മോഡൽ 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ എയർ സർക്കുലേഷന് വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്ത് സ്റ്റെപ്പിന്റെ അവിടെ 3 വിൻഡോസുമാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആണ് കിട്ടുന്നത്. 6 പേരെ വരെ നമുക്ക് ഇവിടെ ഇരുത്താവുന്ന നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വാഷ് ഏരിയയും മൾട്ടിവുഡ് കൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കേജ് പോലെ ചെയ്തിട്ട് അതിനകത്താണ് വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത്. നല്ല കോപ്പർ കളറിലുള്ള ഭംഗിയായിട്ട് ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മൾട്ടിവുഡിലാണ്. ഒരു മിറർ കൂടെയാണ് അവിടെ വരാനുള്ളത്. അത് ഇരിക്കുന്ന ആ ഒരു ഗ്രാനൈറ്റിന്റെ പീസിലാണ് വെച്ചിരിക്കുന്നത്. താഴെയാണെങ്കിലും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിന്റെ റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് LED സ്ട്രിപ്പുകളും 1-2 LED ബൾബുകളും മാത്രമാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു 3 BHK വീടാണ്. നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം താഴെയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ സൈഡിലായിട്ട് 3 വിൻഡോസ് കൂടെയാണ് ചെയ്തിരിക്കുന്നത്.
റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് മിനിമൽ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതാ മിറർ മാത്രമാണ് ഇനി അവിടെ സെറ്റ് ചെയ്യാനുള്ളത്. മൾട്ടിവുഡിൽ തന്നെ വുഡൻ കളറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് കാണുന്ന ഓപ്പൺ സ്പേസുകളിലെല്ലാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ഡോറിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു യെല്ലോ പറയാൻ പറ്റാം, ഒരു കോപ്പർ കളറാണ്. കോപ്പർ ആൻഡ് വൈറ്റ് കളർ ഫിനിഷോട് കൂടിയിട്ടാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നത് ഇവിടുത്തെ ഒരു ഹാളിലേക്കാണ്. താഴെ ഒരു ബെഡ്റൂം കണ്ടു. ബാക്കിയുള്ള ബെഡ്റൂമുകളൊക്കെ മുകളിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനിയിപ്പോ ഇവിടുത്തെ ഒരു കിച്ചൺ ആണ് കാണാനുള്ളത്. കിച്ചന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം, ഭംഗിയായിട്ട് തന്നെ മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. താഴെയൊക്കെ നോക്കിയാൽ കാണാം PVC പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലൊക്കെ ആണെങ്കിലും ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലോർ വന്നിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ റെയർ ആയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ കളറുകൾ കാണുന്നത്. നോർമലി ഒരു യെല്ലോ ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ ആണ്. നല്ലൊരു മാംഗോ യെല്ലോ കളറിലുള്ള കബോർഡുകളാണ് കിച്ചണകത്തെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം മുകളിലും താഴെയൊക്കെ ആയിട്ട് കിച്ചൺ ക്യാബിനറ്റ്സുകൾ വരുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു സൈഡിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു കിച്ചൺ ക്യാബിനറ്റ്സ് ഇവിടെ ഡ്രോസും ഒക്കെ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റികളോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനകത്ത് നമുക്കൊരു 4-5 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് കിട്ടുന്നുണ്ട്. ഫ്രിഡ്ജ് ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് വെച്ചാലും കിച്ചണിന്റെ ആ ഒരു വലുപ്പത്തെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ടാണ് ആപ്റ്റ് ആയിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പോയിന്റ് കാര്യങ്ങളെല്ലാം അവിടെ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത്. നമുക്ക് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ഈ ഒരു ടോപ്പ് പോർഷൻ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഒരു വൈറ്റ് ആൻഡ് ഒരു ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. 2 സിംഗിൾ വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വാസ്തുപരമായിട്ട് തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ്, തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് വീടിന്റെ കിച്ചൺ വരുന്നത്. കിച്ചണിന്റെ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പുറത്തേക്കുള്ള ആ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കുള്ള എൻട്രി ആണ്. വർക്ക് ഏരിയ വന്നിട്ടാണെങ്കിലും ഫ്ലോർ ഭംഗിയായിട്ട് വൈറ്റ് കളർ ടൈല് തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വളരെ ലെങ്തി ആയിട്ടുള്ള നല്ലൊരു വർക്ക് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പോളികാർബൺ ഷീറ്റ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് ഡോറ് കിട്ടുന്നുണ്ട്. ഇവിടെയും നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വലിയ കിച്ചൺ ക്യാബിനറ്റ് ആണ് കിട്ടുന്നത്. താഴെയൊക്കെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിലാണെങ്കിലും വൈറ്റ് കളറിലുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. സൈഡിലും എല്ലാം തന്നെ ടൈൽ ഒട്ടിച്ചിട്ട് ഇവിടെ നമുക്ക് സിങ്ക് വിത്ത് ഒരു പൈപ്പ് കണക്ഷനും കൂടിയാണ് കിട്ടുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലെ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. കയറി വന്ന വഴിക്ക് നോക്കിയാൽ കാണാം ഇവിടെ വളരെ വലിയ ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പെർഗോള പോലെയാണ്, ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ സൺലൈറ്റ് അകത്ത് കിടക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. കയറി വന്ന വഴിയിൽ റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള 3 ഷാൻലിയറുകളാണ് അവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. കയറി വന്നിട്ട് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഹാളിലാണ്. ഇതിന്റെ നേരെ റൂഫിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വെരി സിമ്പിൾ എന്ന് പറയാവുന്ന വർക്ക് മാത്രമാണ് റൂഫിൽ വരുന്നത്. ആവശ്യത്തിന് മാത്രമുള്ള 1-2 LED ബൾബുകൾ മാത്രമാണ് ഇപ്പോൾ റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ ഹാളിലേക്കാണ് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള ആ പോയിന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഹാള് നമ്മൾ ഇവിടെ കണ്ടു. നമുക്ക് ഇവിടെ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ 2 ബെഡ്റൂമുകളിൽ കാണാനുണ്ട്. സ്റ്റെപ്പ് കയറി വന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നിന്ന് നേരെ കയറി വരുമ്പോൾ ഇവിടെയൊക്കെ നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റിലാണ്. അത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് മാത്രമാണ്. എക്സ്ട്രാ നമുക്ക് വർക്ക് ഏരിയയുടെ ആ ഒരു സ്ക്വയർ ഫീറ്റ് കൂടി ഇതിനകത്തേക്ക് വരും. അപ്പോൾ 2000 എബോവ് ആണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ ആദ്യം കാണുന്ന ഡോർ ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഡോർ ആണ്. കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു റൂം പോലെ തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. നമുക്ക് സാധാരണ കാണാത്തൊരു സാധനമാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ അങ്ങനെ അധികം പ്രൊവൈഡ് ചെയ്യാറില്ല. ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് വാഷ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ഇവിടെയാണ്. പൈപ്പ് കണക്ഷൻ ഉണ്ട്. വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈനൊക്കെ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഇതൊരു റൂമിന്റെ ആവശ്യത്തിന് കൂടി നമുക്ക് ഉപയോഗിക്കാം. കാരണം നല്ല സേഫ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ കാണുന്ന ഡോറ് തുറന്നാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെപ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മഴ പെയ്താൽ സ്റ്റെപ്പിന്റെ ഭാഗങ്ങളൊന്നും നനയാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മുകളിലെത്തുന്നത് വരെ കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കണ്ടു. എവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ആദ്യത്തെ എന്ന് പറയുമ്പോൾ ടോട്ടൽ നോക്കുവാണെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത്യാവശ്യത്തിന് വളരെ വലുപ്പമായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. 14-13 ഫീറ്റ് ആണ് ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് 3 വിൻഡോസ് വീതമാണ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെ. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ട് ചെറിയൊരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. 4 കോർണറുകളിൽ മാത്രം ആവശ്യത്തിനുള്ള LED ലാമ്പുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡിൽ തന്നെ സെയിം കളർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ കാണാം, ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു മിറർ മാത്രമാണ് ഇവിടെ ഫിക്സ് ചെയ്യാനുള്ളത്. PVC പാനലിംഗ് ആണ് ആ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഓരോ പോർഷൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ടൈലുകളെല്ലാം വന്നിട്ട് കോപ്പർ കളർ, അതിനിടയ്ക്ക് ചെറിയൊരു വൈറ്റ് കളർ ഡിസൈനും കൂടെ വരുന്നുണ്ട്. ഈ ബാത്റൂമിനകത്ത് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഹാളിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഡോർ ഉണ്ട്, ബാൽക്കണിയിലേക്കുള്ളതാണ്. ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. വീണ്ടും തിരിച്ച് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂം നന്നായി നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 14-12 ആണ് ഇതിന്റെ ഫീറ്റ് വരുന്നത്. ആ ഭാഗത്ത് 3 വിൻഡോസും ഇവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും റൂഫിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയ വർക്കും കുറച്ച് ലൈറ്റ് ഫിറ്റിംഗ്സും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ആ ഒരു വോളിന്റെ കംപ്ലീറ്റ് ഭാഗം തന്നെ വാർഡ്രോബുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മിറർ മാത്രമാണ് വെക്കാനുള്ളത്. നേരത്തെ കണ്ട ബെഡ്റൂമിലെ പോലെ ബാക്ക് സൈഡിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളുടെ ഇടയിലെല്ലാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ വുഡൻ കളറിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടുത്തെ 3 ബാത്റൂമുകളുടെ അകത്ത് നോക്കിയാലും കാണാം, വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ ആ ഒരു ടൈലുകളെല്ലാം തന്നെ വരുന്നത്. വളരെ വലിയൊരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോർ ഒക്കെ സെയിം ആ ഒരു നമ്മുടെ റൂമിനകത്തെ ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ റൂഫിൽ നോക്കിയാൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് 4 സ്പോട്ട് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ പുറത്തേക്ക് കവർ ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ കുറച്ച് ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്ക്വയർ പീസ് പോലെ ഡിസൈൻ കൊടുത്തിട്ട് അവിടെയും ചെറിയ LED ബൾബുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നിന്നുള്ള ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ പില്ലറിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെയും വരുന്നത്. മുകളിലൊക്കെ നല്ല സേഫ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഔട്ടർ ഫ്രെയിം വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് 2018 ആ ഒരു ഫ്ലഡ് ഒന്നും അഫക്ട് ചെയ്യാത്ത ഏരിയ ആണ്. ഞാനത് എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾക്ക് ഈ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന സംശയമാണ്. ഇവിടെ ഏകദേശം 15-16 വില്ലകളുള്ള പ്രൊജക്ട് ആണ്. എല്ലാ വീടുകളും സെയിലായതാണ്. ഈ ഒരു വീട് മാത്രമാണ് നമുക്കിനി ഇവിടെ സെയിലിനായിട്ട് ഉള്ളത്. ഇത് ഒറിജിനൽ പുരയിടം എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ലാൻഡ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഡോക്യുമെന്റ്സ് കാര്യങ്ങളെല്ലാം അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പുരയിടത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ വീടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് നമുക്കിനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്തായിട്ടാണ്. സീപോർട്ട് എയർപോർട്ട് റോഡിൽ സ്ഥിതി ചെയ്യുന്ന നൈപുണ്യ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്നും വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഒരുപാട് നൈബേഴ്സ് ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഒറിജിനൽ പുരയിടം കാറ്റഗറിയിലാണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. വളരെ ഭംഗിയുള്ളൊരു വീട് തന്നെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4,400 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2000 സ്ക്വയർ ഫീറ്റ് കൂടാതെ നമുക്ക് വർക്ക് ഏരിയ കൂടെ വരുമ്പോൾ എക്സ്ട്രാ വീണ്ടും സ്ക്വയർ ഫീറ്റ് അതിന്റെ കൂടെ പ്ലസ് ആഡ് ചെയ്തിട്ട് വരുന്നതായിരിക്കും. 4.4 സെന്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശാലമായ കാർ പോർച്ച് നിങ്ങൾ കണ്ടു. 3 കാറുകൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഡ്രിങ്കിംഗ് വാട്ടറിനായിട്ട് കിണറുണ്ട്. അതുകൂടാതെ നമുക്ക് KWയുടെ കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടി സീപോർട്ട് എയർപോർട്ട് റോഡിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 96 ലക്ഷം രൂപയാണ്. 96 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ബിക്കോസ് ഇവിടുത്തെ ലാൻഡ് വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലാൻഡ് വാല്യൂ നല്ല കൂടുതലാണ്. എങ്കിൽ പോലും ഭംഗിയായ ഈ വീട് 96 ലക്ഷം എന്നത് ചെറുതായിട്ടൊക്കെ തീർച്ചയായിട്ടും ഓണർ വിട്ടുവീഴ്ച ചെയ്തതായിരിക്കും.
ഈ വീടിന് ലോണിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും പേപ്പർ വർക്കുകളും ലോൺ ഫെസിലിറ്റിയും എല്ലാം തന്നെ മാർബിൾ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. മാർബിൾ ഹോംസിന്റെ കൂടെയുള്ള നിങ്ങളുടെ യാത്ര തീർച്ചയായിട്ടും സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ തുറന്നു നോക്കാൻ തോന്നിയ നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വീട് സ്വന്തമാക്കാനുള്ള ടൈം ആയി എന്നതാണ് അർത്ഥം. നിങ്ങളുടെ ആ സമയം ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചോളൂ. നിങ്ങളുടെ ആ ഒരു കോളിനായിട്ട് ഞങ്ങളിവിടെ കാതോർത്ത് കാത്തിരിക്കുകയാണ്. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.